ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഖിൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് യോഗയുടെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. വൈ യോഗ, എന്തിനാണ് നമ്മൾ യോഗ സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതോടൊപ്പം തന്നെ നമുക്ക് മെൻ്റലി ഒരു റിലാക്സേഷനും കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യോഗയെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും അതിനൊരു ഡയഗ്നോസിസ് ഉണ്ട്, ഒരു രോഗനിർണ്ണയം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രോഗ്നോസിസ് ഉണ്ടാവും. ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെ ആവും, അല്ലെങ്കിൽ രോഗാവസ്ഥ എങ്ങനെ പോയി അവസാനിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ശ്വാസം മുട്ടലാണെങ്കിലും ഇപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ മുട്ടുവേദന ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നു. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയം മാത്രം ഇതിനൊരു ആശ്വാസം കിട്ടുന്നു. അത് ഇതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻറ്റെയിനിങ് കോസാണ്. അപ്പോൾ ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ വരാനൊരു കാരണമുണ്ട്, അതേപോലെ തന്നെ ഈ അസുഖം നമ്മുടെ ബോഡിയിൽ നിന്ന് പോവാതിരിക്കാൻ ഒരു മെയിൻറ്റെയിനിങ് കോസ് ഉണ്ട്. അപ്പോൾ ഈ മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിലും ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എക്സസൈസിൻ്റെ കുറവും, അതുപോലെ കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ യോഗ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതുകൂടി കൃത്യമായിട്ട് 1 മണിക്കൂർ നമ്മൾ യോഗ വഴി എക്സസൈസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ വഴി നമുക്ക് മൈൻഡ് റിലാക്സേഷൻ കിട്ടുന്നു. പിന്നെ കൃത്യമായിട്ട് ഡയറ്റ് പ്ലാനും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100%, ഒട്ടുമിക്ക 90% രോഗങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് മരുന്ന് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ആൾക്കാരെല്ലാവരും നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ ബേക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ ഓടുന്നൊരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരും തന്നെ ഹെൽത്തിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റി അങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നതും വളരെയധികം ഈ പുതിയ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ സമ്പാദ്യം ഹെൽത്താണ്. അപ്പോൾ അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദിവസം 1 മണിക്കൂറെങ്കിലും യോഗ പോലുള്ള എക്സസൈസ് പ്രാക്ടീസസ് കൃത്യമായിട്ട് മുടങ്ങാതെ ചെയ്യാനും നല്ലൊരു ഡയറ്റ് പ്ലാൻ റെഡിയാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.